ഈ ഒരുങ്ങി പോകുന്നത് എവിടേക്കാണെന്നറിയോ? ഹോസ്പിറ്റലിലേക്കാണ്. ആരൊക്കെ പോവാണെന്ന് ചോദിച്ചാൽ ഞാനും ഉമ്മയും ബ്രദറും കൂടിയാണ് പോയത്. ഉമ്മയാണെങ്കിൽ അവന്റെ ബാഗ് കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ വരാം, നിങ്ങൾ പോയിക്കോ പറഞ്ഞ് പോയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണ് ഇവൻ തേരാപാര നടക്കുന്നത്. എന്ത് ചെയ്യാനാ, കുട്ടികൾ പോലും വീഡിയോയിൽ നിന്ന് വരുന്നില്ല. പിന്നെ ഇവന്റെ ആണോ പുതിയ വാച്ചായിരുന്നു, അപ്പൊ കുറച്ച് ഷോ ഓഫ് ഒക്കെ കാണിക്കണ്ടേ പറഞ്ഞ് അവൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചു കൊടുത്ത വാച്ചായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു സംഭവം കേൾക്കും. അവൻ എൻ്റെ പേരും പറഞ്ഞ് ഓടിപ്പോയി ഗൈസ്. ഇത് എപ്പോഴും ഉള്ളതാണ്. ഇവന് കഥ പറയുന്ന പോലെ കരയുമായിരുന്നു. അവനക്കാണ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ഫുഡും എല്ലാത്തിൻ്റെ ഓനക്ക് ഓർമ്മ വരില്ല. ഇവൻ കരയുമ്പോൾ ഞാൻ ഇവൻ്റെ പേര് വിളിച്ചപ്പോൾ ഇവൻ പറയാ പോവാ അവിടെ നിന്ന് പറഞ്ഞ് തിരിഞ്ഞു. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ചെക്കൻ അവിടെ നിന്ന് ഇരുന്ന് സെറ്റായി. അവിടെ ഇരുന്ന് ഓരോ കളികൾ കളിച്ചുകൊണ്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടുണ്ടായിരുന്നു പോയത്. ഞങ്ങൾ ഒരു മന്തിയും ബിരിയാണിയും കൂടിയാണ് വാങ്ങിച്ചത്. ഞങ്ങൾ ഷെയർ ഇട്ടാണ് കഴിക്കാറുള്ളത്. അപ്പം അങ്ങനെ ഷെയർ ഇട്ട് കഴിഞ്ഞ് കുറച്ച് സാധനം കൂടി എടുത്തിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്. അപ്പം എൻ്റെ അനിയനക്ക് നല്ല ക്ഷീണിച്ചും തോന്നുന്നു. ഉമ്മ എടുത്തിട്ടുണ്ടായിരുന്നു അവനെ. ഉമ്മാൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലും കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നല്ലൊരു പർദ്ദ നോക്കാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പർദ്ദയും കൂടി എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഒരു പാനിപൂരി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. പാനിപൂരി ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല പറയാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഒരു വെള്ളം മാത്രം അത്ര കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് മുണുങ്ങുമ്പോൾ എൻ്റെ അനിയത്തി എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ബൈ.